സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ പുറത്തു വന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂസും കുത്തിയിരുന്നുണ്ട്. കാരണം കാണാനുള്ള സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഇന്റർവ്യൂസ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഇന്റർവ്യൂസ്, നമ്മൾ കണ്ടിരുന്ന പോകുന്ന തരത്തിലുള്ള ഇന്റർവ്യൂസ്. കാരണം മരക്കാറിന്റെ ആയാലും അതിനും ശേഷം വന്നതായിരുന്നു ആറാട്ട്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ലാലേട്ടൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് കുറെ എയറിലും കയറിയതാണ്. പക്ഷെ അത് നല്ല ചോദ്യത്തിനുള്ള പ്രൈസ് ആണല്ലോ നല്ല ഉത്തരം, അതും കൂടെ ഒന്ന് നോക്കണം. അതെ, അപ്പം ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂസ് ആയാലും നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നല്ല കിടിലൻ ഓൺ പോയിന്റ് ആയിട്ടുള്ള മറുപടികൾ ലാലേട്ടന്റെ ഭാഗത്തു നിന്നും വന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ കൊടുത്ത ആൻസേഴ്സ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമായിരുന്നു. ഇന്റർവ്യൂസ് എല്ലാം, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം മൊത്തത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം. അപ്പൊ ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് കുറെ നാൾക്ക് ശേഷം വന്ന ഒരു ക്വാളിറ്റി ഇന്റർവ്യൂസ് ആയിരുന്നു ഇതെല്ലാം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, പല ഹേറ്റേഴ്സും നമ്മുടെ ആറാട്ടിന് കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ട് എന്താ പറയുന്നത്, ട്രോളാനായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാനം എല്ലാം വെള്ളത്തിൽ വരച്ച വരാണക്കായി പോയി. ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ലാലേട്ടൻ കയറി സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ലാലേട്ടൻ പൊളിച്ചെടുക്കുക. എല്ലാം ഓൺ പോയിന്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചു, നല്ല ആൻസേഴ്സ് കൊടുക്കുകയും ചെയ്തു എന്ന രീതിയിലായിരുന്നു ഈ ഇന്റർവ്യൂസ് മൊത്തം. പിന്നെ അതിനകത്ത് കുറച്ച് ഒരു വിവാദം ടൈപ്പ് ആയത്, അതായത് ട്രോൾ ചെയ്യാനായിട്ട് ഒന്നും കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ഒരെണ്ണം കൊണ്ടുവന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളായിട്ട് രഞ്ജിത്ത് നമ്മുടെ തൂവാനത്തുമ്പികളെ കുറിച്ച് പറഞ്ഞത്, അതിലെ സ്ലാങ് ബോറായിരുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. അതിപ്പം തൂവാനത്തുമ്പികൾ അത് നമ്മളെല്ലാവരും കണ്ട് കൾട്ടായിട്ട് ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റത്തെ എടുത്തു വെച്ചിട്ട് വിവാദം ഇനി ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ ഉള്ളൊരു അഭിപ്രായം. കാരണം നമ്മളത് കണ്ട് ഇഷ്ടപ്പെട്ട് ലാലേട്ടന്റെ ജയകൃഷ്ണൻ എന്ന ക്യാരക്ടറിനെ ഒരു ക്ലാസിക് സംഭവമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനത്തിനെ അതിനെ പിന്നെയും വലിച്ചു കീറിയിട്ട് വിവാദം ഉണ്ടാക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അതിപ്പം ഫാൻസ് ട്രോളാനായിട്ടാണെങ്കിലും പരസ്പരം ട്രോളുന്നത് ഇവിടെ ഒരു കല പോലെയാണല്ലോ. അതിന്റെ ഒരു ആവശ്യമില്ല. ആ ഒരു ക്ലാസിക് ഐറ്റം ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അതിന് എന്തിനാണ് വെറുതെ എടുത്തിട്ട് ട്രോളാനൊക്കെ നിൽക്കുന്നത്? ഓക്കെ, അതിന് ലാലേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു മറുപടി, ഞാൻ തൃശ്ശൂർക്കാരനല്ലല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് പലരും ട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു നടൻ അങ്ങനെ ന്യായം പറയാൻ പാടില്ല എന്നുള്ള രീതി. പക്ഷെ അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞ മറുപടി നിങ്ങൾ ആരും കേൾക്കാത്തത് കൊണ്ടാണോ ഈ ട്രോളുന്നവർ കേൾക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ലാലേട്ടൻ പറഞ്ഞത്, പത്മരാജൻ അദ്ദേഹം എന്ത് പറഞ്ഞോ അത് അദ്ദേഹം ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതായത് മോഹൻലാൽ ഒരു തൃശ്ശൂർക്കാരനല്ല, അതുകൊണ്ട് ഡയറക്ടർ എന്താണോ ആവശ്യപ്പെട്ടത് അത് അദ്ദേഹം 100% ചെയ്തു കൊടുത്തു. പിന്നെ അതിനകത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിനെ തിരുത്താനായിട്ട് ആരും ഇല്ലായിരുന്നു. ഇതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞ ആ ഒരു മറുപടി. അത് 100% നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി, ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ നല്ലൊരു സ്റ്റാൻഡേർഡ് മറുപടി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അപ്പം എന്തായാലും മൊത്തത്തിൽ ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് ലാലേട്ടന്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന 3 പടങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. നേരിനെ കുറിച്ച് ലാലേട്ടന് തന്നെ നല്ലൊരു പ്രതീക്ഷ ഉള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം നേരിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, നേരെ എന്തിന് ചെയ്തു എന്ന് ആരും എന്തായാലും ചോദിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് ലാലേട്ടന്റെ ഭാഗത്ത് വന്നത്. അത് ഒരുപാട് എക്സ്പെക്ടേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ, അതിനകത്ത് ഐ ആം എക്സ്പെക്ടിങ് എ ക്വാളിറ്റി ഐറ്റം. പിന്നെ ബെറോസ്, ലാലേട്ടൻ ഒന്നും കാണാതെ പോയി ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അപ്പൊ അതിനായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും ഈ ഒരു 3 പടവും എക്സ്പെക്ടേഷന്റെ അത്രയും തന്നെ ആ ഒരു നിലവാരത്തിൽ എത്തട്ടെ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്.